ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. യേശുക്രിസ്തു തൻ്റെ പ്രസംഗം ആരംഭിച്ചത് ദൈവരാജ്യം വന്നെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാണ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ദൈവരാജ്യം സ്ഥാപിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. അതക്ഷരികമല്ല, നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. യേശു തന്നെ പീലാത്തോസ് വിസ്തരിക്കുമ്പോൾ യേശു പീലാത്തോസിനോട് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ നിന്നോട് യുദ്ധം ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ആത്മീയമാണ്. അത് നിങ്ങളുടെ ഇടയിലുണ്ട്. ആരാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത്? ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയില്ല. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, അസൂയ, മദ്യപാനം, ഭിന്നത, വെറുക്കൂത്ത് തുടങ്ങി ജഡസ്വഭാവമുള്ളവർക്ക് ഇവിടെ ദൈവരാജ്യം അനുഭവിക്കാൻ കഴിയില്ല. അത് അനുഭവിക്കാനുള്ളതാണ്. അവിടെ ദൈവത്തിൻ്റെ നീതിയുണ്ട്, സമാധാനമുണ്ട്. എന്താണ് ദൈവനീതി? അനീതി നിറഞ്ഞ ഭൂമിയിൽ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമ്മുടെ പാപഭാരം മുഴുവൻ പുത്രന് മേൽ ചുമത്തിക്കൊണ്ട് പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവത്തിൻ്റെ നീതിയെ ദൈവം സ്ഥാപിച്ചു. ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്നവരെ ദൈവം നീതീകരിക്കുന്നു. ദൈവരാജ്യത്തിൽ നീതിയുണ്ട്. നിങ്ങൾ ദൈവരാജ്യത്തിൽ കടന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? ദൈവം ശിക്ഷ വിധിച്ചത് പുത്രനെയാണ്. ദൈവരാജ്യത്തിൽ സമാധാനമുണ്ട്. യേശു പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിലുള്ള സമാധാനം ഈ ലോകത്തിൽ കിട്ടില്ല. അത് ദൈവരാജ്യത്തിൽ കടന്നനുഭവിക്കാനുള്ളതാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അപ്പോസ്തലനല്ലേ കത്തെഴുതേണ്ടത്? ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, കരയണ്ട, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കത്തുപോകേണ്ടത് കാരാഗൃഹത്തിലേക്കാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ കടന്ന പൗലോസ് കാരാഗൃഹത്തിൽ ചങ്ങലകളിൽ കെട്ടപ്പെട്ടവനായി കിടന്നുകൊണ്ട് നമുക്ക് കത്തെഴുതി, നിങ്ങൾ സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യത്തിനകത്ത് സന്തോഷമുണ്ട്. അതിനെ പിടിച്ചു കെട്ടാൻ ചങ്ങലയ്ക്ക് കഴിയില്ല. ചങ്ങല കൊണ്ട് ശരീരത്തെ ബന്ധിക്കാം, പക്ഷേ ആത്മാവിൽ ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷത്തെ കെടുത്താൻ, സമാധാനത്തെ കെടുത്താൻ, ദൈവത്തിൻ്റെ നീതി അസാധുവാക്കുവാൻ ഈ ലോകത്തിൽ ഒരു കഷ്ടതയ്ക്കും കഴിയുകയില്ല. അതുകൊണ്ട് ഇത് പകൽക്കാലം ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. ആ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ, പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തുവിനോട് ചേരുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾക്ക് അനുഭവമുണ്ട്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.